അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, തസ്ബീഹ്, നമ്മൾ പൊതുവെ തസ്ബീഹ് ചൊല്ലാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സബ്ബിഹ് അല്ലെങ്കിൽ സബഹ എന്ന വാക്കിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം എന്നുള്ളത് വേഗത്തിൽ ചലിക്കുക, നീന്തുക, അല്ലെങ്കിൽ വായുവിൽ വളരെ ശക്തമായ രൂപത്തിൽ പ്രയാണം കുറിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ശർഈയായിട്ട് തസ്ബീഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വേഗത്തിൽ പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തരം കുറവുകളിൽ നിന്നും ന്യൂനതയിൽ നിന്നും പോരായ്മകളിൽ നിന്നും അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളതാണ് തസ്ബീഹിലൂടെ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്യേണ്ടതും. സകല ചരാചരങ്ങളും അല്ലാഹുവിനെ തസ്ബീഹ് ചെല്ലുന്നതായിട്ട് ഖുർആനിൽ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ കൂടെ പർവ്വതങ്ങളും പക്ഷികളുമൊക്കെ തസ്ബീഹ് ചെല്ലുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വസഖർനാ മഅ ദാവൂദ അൽ ജിബാല യുസബ്ബിഹ്ന വത്വയ്ർ വകുന്നാ ഫാഇലീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ദാവൂദിനോടൊപ്പം കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിലയിൽ പർവ്വതങ്ങളെയും പക്ഷികളെയും നാം കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പർവ്വതങ്ങളും പക്ഷികളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞിട്ടുള്ള യുസബ്ബിഹ്ന ബിൽ അശിയ്യി വൽ ഇബ്കാർ എന്നുള്ളതാണ്, വൽ ഇഷ്റാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറഞ്ഞിട്ടുള്ളത് അവ സന്ധ്യാസമയത്തും സൂര്യോദയ സമയത്തും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. ആര്? പർവ്വതങ്ങളും പക്ഷികളും. നമ്മൾ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ്. മലക്കുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യുസബ്ബിഹൂന അൽ-ലൈല വൻ-നഹാർ ലാ യഫ്തുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അവർ രാവും പകലും അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ തളരുന്നില്ല എന്ന്. രാവും പകലും മലക്കുകൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർക്ക് തളർച്ച ഉണ്ടാകുന്നില്ല. അപ്പം ഇവ ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്നുണ്ടോ? ഇടിനാദത്തെക്കുറിച്ച് പറയുമ്പോൾ വയുസബ്ബിഹുർ റഅദു ബിഹംദി, ഇടിനാദം അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു. ആകാശഭൂമികളെക്കുറിച്ച് പറയുമ്പോൾ സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലുള്ളതും ഭൂമിയും ഒക്കെയും തന്നെ അല്ലാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഓതി വെച്ചിട്ടുള്ള സൂറത്തു നൂറിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള അലം തറ അന്നല്ലാഹ, അലം തറ നീ കണ്ടിട്ടില്ലേ, അന്നല്ലാഹ യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് വത്വയ്റു സാഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്താണ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളവരും അതുപോലെ തന്നെ ചിറക് നിവർത്തിപ്പിടിച്ചുകൊണ്ട് പക്ഷികളും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നത് നീ കണ്ടിട്ടില്ലേ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുല്ലുൻ ഖദ് അലിമ സ്വലാതഹു വ തസ്ബീഹഹു, എല്ലാത്തിനും അതിൻ്റെ പ്രാർത്ഥനയും അതിൻ്റെ കീർത്തനങ്ങൾ തസ്ബീഹുകളും അറിയാം. നമ്മൾ നമ്മോടാണ് ചോദിക്കേണ്ടത്. ഇനി സകല ചരാചരങ്ങളും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ്, അല്ലെ, ഒരു കുറവുകൾ നമ്മൾ സംഭവിക്കുമ്പോൾ, അല്ലെ, നമസ്കാരത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ നമ്മളെന്താ സുബ്ഹാനല്ലാഹ് പറയും. എന്താ? നമുക്ക് കുറവ് വരും, അള്ളാഹ്ക്ക് കുറവുകളില്ല, പോരായ്മകളില്ല. അതുപോലെ തന്നെ ഭൂമിയുടെ സുന്ദരമായിട്ടുള്ള സൃഷ്ടിപ്പിൻ്റെ മഹത്വങ്ങൾ കാണുമ്പോൾ മനസ്സിന്ന് സുബ്ഹാനല്ലാഹ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു കുറവുകളില്ലാത്ത രൂപത്തിൽ ആ സൃഷ്ടിപ്പ് കാണുമ്പോൾ, അപ്പം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സറിഞ്ഞുകൊണ്ടല്ലേ തസ്ബീഹ് ചൊല്ലേണ്ട രംഗങ്ങൾ സുബ്ഹാനല്ലാഹ് മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുന്നുണ്ടോ? തസ്ബീഹ് ചൊല്ലാൻ ഒരുപാട് രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏത് രൂപത്തിലുള്ള തസ്ബീഹുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, അല്ലെ. സുബ്ഹാനല്ലാഹ് ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിശുദ്ധപ്പെടുത്താൻ ഏറ്റവും ചെറുതാണ് സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്ക് കുറേ എണ്ണം അറിയാം. സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദി ഒരൊറ്റ തവണ ചൊല്ലിയ സ്വർഗത്തിൽ ഈത്തപ്പന കുഴിച്ചിട്ടു എന്നാണ്.
ഒന്നാലോചിക്കുക, ഓരോ തവണ ചൊല്ലുമ്പോഴും സ്വർഗത്തിലെ ഓരോ ഈത്തപ്പന മരം നടുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം കലിമതാനി ഖഫീഫതൻ, നാവിന് വളരെ ലഘുവായിട്ടുള്ള, നാളെ മീസാനിൽ കനം തൂങ്ങുന്നതായിട്ടുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 വചനങ്ങൾ എന്ന് പഠിപ്പിച്ചെന്നതാ നമ്മൾ ചൊല്ലാറുണ്ടോ എന്നുള്ള. എത്രയെത്ര. അതുപോലെ തന്നെ നമസ്കാരത്തിൽ തന്നെ സുബ്ഹാന റബ്ബിയൽ അഅല സുബ്ഹാന റബ്ബിയൽ അദീം. ഖുർആനിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് തുടങ്ങുന്നത് തന്നെ അല്ലേ നമ്മൾ ഇന്നും അല്ലെങ്കിൽ ഓരോ ഖിയാമുൽ ലൈലും നമ്മൾ അല്ലെങ്കിൽ ഓരോ തറാവീഹിലും നമ്മൾ കേൾക്കാറുള്ള, വിത്റിൽ ഓതാറുള്ള സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അത്യുന്നതനായിട്ടുള്ള നിൻ്റെ രക്ഷിതാവിൻ്റെ നാമത്തെ നീ തസ്ബീഹ് ചൊല്ലുക. അത് നിങ്ങൾ എന്ത് ചെയ്തോളി? സുജൂദിലാക്കിക്കോളി എന്ന് പറഞ്ഞു. അതാണ് സുബ്ഹാന റബ്ബിയൽ അഅല. മറ്റൊരിടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു പറഞ്ഞു, അലീമായിട്ടുള്ള മഹത്വപൂർണ്ണനായിട്ടുള്ള നിൻ്റെ രക്ഷിതാവിനെ നീ പ്രകീർത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ റുക്കൂലാക്കിക്കൊള്ളുക. അതുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അദീം എന്ന് റുക്കൂല് നമ്മൾ ചൊല്ലുന്നു. ഇങ്ങനെ ഓരോ തസ്ബീഹിൻ്റെ മാർഗ്ഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുകൊണ്ട് ദുനിയാവിൽ ഉപകാരമുണ്ട്. ഉപജീവനം വർദ്ധിപ്പിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് മഹത്വങ്ങൾ ഈ ദുനിയാവിലും നാളെ പരലോകത്തും അതിൻ്റെ ഒരുപാട് മഹത്വങ്ങളും പ്രതിഫലങ്ങളും പഠിപ്പിക്കപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ, തസ്ബീഹ് ചൊല്ലുന്നതിന് വേണ്ടി അത് മനസ്സറിഞ്ഞുകൊണ്ട് ജുവൈരിയ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തിരിച്ച് പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചിങ്ങനെ വന്ന് സുബഹി കഴിഞ്ഞാൽ തിരിച്ചു നോക്കുമ്പോൾ അപ്പോഴും അദ്കാറുകളാണ് അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ചൊല്ലിയ ഒരൊറ്റ പ്രാർത്ഥന നീ ഇതുവരെ ചൊല്ലിനേക്കാളൊക്കെ അതിൻ്റെ മുകളിലാണ്. നമുക്കൊക്കെ പൊതുവേ നമുക്കറിയാവുന്ന പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാറുള്ളതായിട്ടുള്ള സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി എന്നുള്ള ആ ഒരു തസ്ബീഹിൻ്റെ മാർഗം ഓരോന്നും നമ്മൾ കൃത്യമായി പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തസ്ബീഹ് ചൊല്ലി, തഹ്മീദ് ചൊല്ലി, തക്ബീറുകൾ ചൊല്ലി നാവിനെ അവനെക്കുറിച്ചുള്ള ദിക്റുകളെ കൊണ്ട് നനയ്ക്കുന്നവരായ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വറഹംനാ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.